SpaceX ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു. സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും തൊട്ടടുത്താണ് ക്രൂ 10 ദൗത്യ സംഘം ഉള്ളത്. ഡോക്കിംഗ് പ്രക്രിയയും പൂർത്തിയായി. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നു സയൻസ് ഡെസ്കിൽ നിന്നും. മനീഷ്, വളരെ പ്രതീക്ഷാ നിർഭരമായ വാർത്തയാണ് എത്തുന്നത്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അടുത്തേക്ക് ക്രൂ 10 സംഘം എത്തുന്നു എന്നുള്ളത് ലോകം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം അതേപടി കൃത്യസമയത്തിന് നടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനല്ലേ? ഈ പ്രോസസ്സിൽ ഒന്നും ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം സുഗമമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും എന്ന് തോന്നുന്നു, അല്ലേ മനീഷ്? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. അതായത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രൂ 9 സംഘാംഗങ്ങൾ എപ്പോഴും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നുള്ളത്. അതിന് ഈ ക്രൂ 10 ഇപ്പോൾ നിലവിൽ ഡ്രാഗൺ പേടകത്തിലുള്ള ഈ ക്രൂ 10 അംഗങ്ങൾ അവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ആ ഡോക്കിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ത്യൻ സമയം ഏകദേശം 9:50 ഈ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നത്. ഇനിയും ഉള്ളത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഹാച്ചിങ് പ്രവർത്തനങ്ങളുടെ പ്രക്രിയയും കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്നത് ബുച്ച് വിൽമോഹറാണ്. അതിനുശേഷം ബുച്ച് വിൽമോഹറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ക്രൂ 10 ആനി മക്ലീൻ, അതുപോലെ തന്നെ നിക്കോളസ് അയേഴ്സ്, ടക്കുയോ ഒനീഷി, ലക്കിൽ പെസ്കോവ് എന്ന് പറയുന്ന ഈ നാലംഗ സംഘത്തെ, ക്രൂ 10 നാലംഗ സംഘത്തെ ബഹിരാകാശ നിലയത്തിലേക്ക് സ്വീകരിക്കും. നിലവിൽ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇവരുടെ ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്കിംഗ് പ്രവർത്തനം എല്ലാം തന്നെ ഏത് തരത്തിലായിരുന്നോ നാസ ഈ കാര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചിരുന്നത് അത് അങ്ങനെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ ഈ ഡോക്കിംഗ് പ്രക്രിയ ഇത് ഏകദേശം ഇന്ന് ഇന്ത്യൻ സമയം 9:50 തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാച്ചർ വരി അവരകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ബൂച്ചാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഈ ബൂച്ച് തന്നെയായിരിക്കും ഈ പേടകത്തിൽ നിന്ന് അവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വീകരിക്കുകയുണ്ടാവുക. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ നാലംഗ സംഘം നിലവിൽ ഇപ്പോൾ ക്രൂ 9 ഭാഗമായിട്ടുള്ള 2 പേരും അതിനോടൊപ്പം തന്നെ സുനിത വില്യംസും ബുച്ചും അടങ്ങുന്ന നാലംഗ സംഘത്തിന് അടുക്കലേക്ക് എത്തിക്കും. അതിന് ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ്, ആ ഒരു കൂടിച്ചേരലിന് വേണ്ടിയാണ്. അതിനുശേഷം ഇതിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഈ ക്രൂ 9 അംഗങ്ങളിൽ നിന്ന് ഈ ഇനിയുള്ള 6 മാസത്തേക്ക് വേണ്ടിയുള്ള ചുമതലകൾ ഈ ക്രൂ 10 അംഗങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇവർ ഈ ചുമതലകൾ കൈമാറുന്ന ചില പ്രോസസ്സുകൾ മാത്രമാണ് അതിന് വൈകുക. അത് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രക്രിയ കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന്, അതായത് 19-ാം തീയതി, മാർച്ച് മാസം 19-ാം തീയതി തന്നെ ഇവർക്ക് ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ലോകം മുഴുവൻ ഇതിൽ കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ജൂണിലാണ് ഈ സുനിത വില്യംസ് അതുപോലെ തന്നെ ബുച്ചും ഒരു 8 ദിവസത്തെ യാത്രയ്ക്കായി ബഹിരാകാശത്തേക്ക് എത്തുന്നത്. പക്ഷേ അവർ പോയ പേടകത്തിനുണ്ടായ ചില തകരാറുകൾ മൂലം അവർക്ക് അവിടെ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പലപ്പോഴും അവരെ ഈ സ്റ്റാർലൈൻ്റെ പേടകത്തിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ഈ സ്റ്റാർലൈൻ പേടകത്തിനുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ മൂലം അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കാമെന്നുള്ളൊരു ഭയത്തിനൊക്കെ പുറത്ത് നാസ ആശ്രമത്തിൽ നിന്ന് പിൻവാങ്ങുകയും പിന്നീട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ സ്റ്റാർലൈൻ്റെ പേടകം തിരിച്ചിറക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവർക്ക് അവിടെ തുടരേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഈ ഒരു ഹാച്ചർ പ്രോസസ്സും കൂടെ, ഈ പ്രക്രിയയും കൂടെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ക്രൂ 10 നാലംഗ സംഘം അവിടേക്ക് പ്രവേശിക്കും. അതിനുശേഷം ഈ അവിടുത്തെ ഈ ചുമതല കൈമാറ്റങ്ങളെല്ലാം ശേഷം മാർച്ച് 19 തന്നെ സുനിത വില്യംസ് അടങ്ങുന്ന നാലംഗ സംഘത്തിന് ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, മാർച്ച് 19 തന്നെ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഭൂമിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഏതാണ്ട് എല്ലാ പ്രക്രിയയും പ്ലാൻ ചെയ്തതുപോലെ, നാസ പ്ലാൻ ചെയ്ത് വച്ചതുപോലെ തന്നെ വളരെ കൃത്യമായി പിഴവുകളില്ലാതെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. മനീഷ് ഐഷ മാത്യു ആണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്.